ഹായ് വെൽക്കം. ഇന്നത്തെ ഈ IT വേൾഡിൽ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ERP. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ERPയെ കുറിച്ചാണ്. എന്താണ് ERP? വാട്ട് ഈസ് ERP? ERP അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈ ERP സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ബിസിനസ്സുകൾ മുതൽ വളരെ വലിയ ബിസിനസ്സുകൾ വരെ മാനേജ് ചെയ്യാനും അതിൻ്റെ ഡേ ടു ഡേ ഉള്ള ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യാനും പറ്റുന്നതാണ്. ERPയിൽ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ വെൻഡർ ലോക്ക്ഡ് ERP, ദെൻ നെക്സ്റ്റ് വൺ ഓപ്പൺ സോഴ്സ് ERP. വെൻഡർ ലോക്ക്ഡ് ERPയിൽ നമുക്ക് കസ്റ്റമൈസേഷൻ, ഇൻസ്റ്റാളേഷൻ, കോൺഫിഗറേഷൻ തുടങ്ങിയവയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡേഴ്സ് ആരാണോ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും. കാരണം ഈ വെൻഡർ ലോക്ക്ഡ് ERPയിൽ അതിൻ്റെ സോഴ്സ് കോഡ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല. ഇതിൽ എക്സാമ്പിൾസാണ് സാപ്പ്, നെറ്റ്സ്യൂട്ട്, സേജ് തുടങ്ങിയവ. ഓപ്പൺ സോഴ്സ് ERP എന്ന് പറയുമ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതിൻ്റെ സോഴ്സ് കോഡ് എപ്പോഴും പബ്ലിക്കായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അതിൽ മോഡിഫിക്കേഷൻ നമുക്ക് വേണ്ടത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് സോഴ്സ് കോഡിൽ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ യൂസേഴ്സിന് അതിൻ്റേതായ സ്കില്ലുണ്ടായിരിക്കണം. ഡെവലപ്മെൻറ്റ് സ്കില്ല് ആവശ്യമാണ്, എസ്പെഷ്യലി ഇൻ ഓപ്പൺ സോഴ്സ് ടെക്നോളജീസ്. ഓപ്പൺ സോഴ്സ് ERPയുടെ ഒരു എക്സാമ്പിളാണ് ഓഡോ ഓപ്പൺ സോഴ്സ് ERP. ഇതിൽ ഈ ഓഡോയിൽ ഓൾറെഡി കുറേ ബിൽഡിംഗ് മൊഡ്യൂൾസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് പോയിൻ്റ് ഓഫ് സെയിൽ, HR, അക്കൗണ്ടിങ് തുടങ്ങിയ കുറേ ബിൽഡിംഗ് മൊഡ്യൂൾസ് അതിലുണ്ട്. ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പുറമെ നമുക്ക് അതായത് യൂസേഴ്സിന് ആവശ്യമായ മാറ്റങ്ങൾ നമുക്കതിൽ വരുത്താനും സാധ്യമാണ്. ഇതിൽ നമ്മൾ ഓഡോ ERPയെ പറ്റിയിട്ട് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.